എല്ലാവർക്കും ഇതൊരു പുതിയതിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഊട്ടി പോണ വഴിയിൽ ജസ്റ്റ് ഒന്ന് ഒരു സ്ഥലം വരെ ഒന്ന് ഇറങ്ങിയതാണ്. അപ്പം നീഡിൽ റോക്ക് വ്യൂ പോയിന്റ് എന്നാണ് അപ്പോൾ ഈ സ്ഥലത്തിന് പേര്. ഇവിടെ ഫ്രണ്ട്സ് അപ്പോൾ ഇവിടെ ഫുള്ള് വ്യൂ പോയിൻ്റാണ്. നമ്മളിവിടെ നോക്കുമ്പോൾ കറക്റ്റ് ഏറ്റവും നമ്മൾ താഴ്വാരത്തേക്ക് നോക്കണതിൻ്റെ ഒരു ഫീലാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മൾ ബാക്കിത്തെ സ്ഥലങ്ങളപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ കണ്ണൻ ചേട്ടൻ്റെ കൂടെയാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ചങ്കാണ്. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ടിക്കറ്റാണ്. ഞാനിപ്പോൾ 5 ടിക്കറ്റാണ് എടുത്തിരിക്കുന്നത്. ഒരു ടിക്കറ്റിൻ്റെ വില 20 രൂപയാണ്. നല്ല വ്യൂ പോയിൻ്റാണ് ഇവിടെയൊക്കെ കാണാൻ. ആദ്യം തന്നെ കുറച്ച് സ്റ്റെപ്സ് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് കുറച്ച് ദൂരം നടക്കണം. അടിപൊളി വ്യൂ പോയിൻ്റാണ്. അപ്പോൾ നല്ല തണുപ്പുണ്ട്. എന്തായാലും ഇവിടെ വരുമ്പോൾ സ്വെറ്ററൊക്കെ ഇട്ടിട്ട് വരാൻ, കാരണം അത്രയ്ക്ക് തണുപ്പാണ്. കുറച്ച് ദിവസം കൂടി കഴിയുമ്പോൾ ഊട്ടിയിൽ 0 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ആവും. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിത് അറ്റത്ത് ചെറുതായിട്ടൊരു ചെറിയൊരു ഷീറ്റ് ഇട്ടിട്ട് ചെറിയൊരു ബിൽഡിങ് പോലെ കാണാൻ പറ്റുന്നത് നമുക്ക് അവിടെയാണ് കറക്റ്റ് വ്യൂ പോയിന്റ്. നമ്മൾ ഡയറക്റ്റ് അതിൽ. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിത് ഇപ്പോൾ ഇവിടുന്ന് കാണുന്നത് താഴ്വാരത്തുള്ള ഭാഗങ്ങളാണ്. ഇവിടുന്ന് വീടുകളൊന്നും അധികം കാണാനില്ല, ഫുള്ള് മഞ്ഞ് മൂടി കിടക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ നടന്നു പോണ വഴിയിൽ എപ്പോഴും ആനകൾ വരുന്നതാണ്. അപ്പോൾ ഇവിടെ എലിഫൻറ്റ് ക്രോസിങ് സോൺ എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഭയങ്കര കെയർഫുള്ളായിട്ട് വേണം പോകാൻ. എപ്പോൾ വേണമെങ്കിലും ആനകൾ ഇതിൽ കൂടെ വരാൻ ഭയങ്കര ചാൻസ് ഉണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ താഴ്വാരത്തുള്ള ഭാഗങ്ങളാണ് ഇപ്പോൾ ഇവിടെ നിന്ന് തന്നെ കാണുന്നത്. ആ ചെറുതായിട്ടാണിത്. ഞാനിപ്പോൾ താഴത്തുനിന്ന് കയറി വന്ന സിറ്റി, അവിടുത്തെ വലിയ വലിയ സിറ്റീസ് എത്ര ചെറുതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നന്നായിട്ട് മഞ്ഞൊക്കെ മൂടി കിടക്കുകയാണ്. ഇവിടെ ഫുള്ള് മഞ്ഞ് മൂടി കിടക്കുക. നമുക്ക് ഡയറക്റ്റ് മുകളിലേക്ക്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെത്താറായി. ഇവിടെ നിന്ന് നമ്മൾ ആ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു 500 മീറ്ററോളം ഇവിടെ നിന്ന് ഇങ്ങോട്ട് നടക്കാനുണ്ട്. ഫുള്ള് സ്റ്റെപ്പിംഗ് ആയിട്ടാണ്. സേഫ്റ്റി മെഷർമെൻ്റ് ഒക്കെ എടുത്തിട്ടാണ് ഇവരെ വിടുന്നത്. അപ്പോൾ നമ്മൾ സാനിറ്റൈസൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഇതിപ്പോൾ ഇവിടേക്ക് എത്തുന്നത്. ഇവിടെ അധികം ആൾക്കാരൊന്നും അങ്ങനെ വരാറില്ല. ഇപ്പോൾ കോവിഡൊക്കെ അല്ലേ, പിന്നെ ഇന്ന് ക്രിസ്മസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ആൾക്കാരുടെ തിരക്ക് കുറച്ച് കുറവുണ്ട്. കുറച്ച് ദൂരം കൂടി നമുക്കിനി നടക്കാനുള്ളൂ. നമ്മൾക്ക് എത്താറായി. കുറച്ച് പേര് നടന്നപ്പോഴേക്കും വല്ലാണ്ട് കതച്ച്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളത് താഴ്ത്തുന്ന നമ്മളെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ നിന്ന് വന്നപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു. ഇപ്പം നല്ല വെയിലാണ്. നല്ല വെയിലെന്ന് വെച്ചാൽ നല്ല വെയിലാണ്. അത്രയ്ക്കും നല്ല വെയിലാണ്. നമുക്ക് ഏകദേശം ഇവിടെ നിന്ന് ഒരു 500 മീറ്ററോളം നടക്കാനുണ്ട് നമ്മളെ വ്യൂ പോയിന്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പം ആരെങ്കിലൊക്കെ ഊട്ടിയിലൊക്കെ വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ ഈ വ്യൂ പോയിന്റിലൊന്ന് കയറിയിട്ട് വേണം പോവാൻ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ നീഡിൽ റോക്ക് വ്യൂ പോയിന്റിൽ എത്തിയപ്പോൾ തൊട്ട് ഓപ്പോസിറ്റ് സൈഡിലായിട്ട് തോന്നിയൊരു അടിപൊളി മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു. നമ്മുടെ അവിടെ ഫുള്ള് മഞ്ഞ് മൂടിയിട്ടുണ്ട്. ഫുള്ള് പച്ചപ്പ് പോലെ മരങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് ശരിക്കും നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ അത്രയ്ക്ക് നിങ്ങൾ വിചാരിക്കും ക്വാളിറ്റി ഒന്നും ഇല്ലയെന്ന് വിചാരിക്കും. പക്ഷേ ശരിക്കും അങ്ങനെയല്ല. നിങ്ങൾ ശരിക്കും വന്ന് കാണുകയാണ് വേണ്ടത്. അപ്പോഴാണ് ഇതിൻ്റെ അടിപൊളി ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മുടെ വ്യൂ പോയിന്റിൽ നിന്ന് കാണുമ്പോൾ അത്ര അടിപൊളിയാണ്. നമുക്ക് ശരിക്കും ഇതുവരയ്ക്കൊക്കെ പോകാൻ പറ്റുള്ളൂ. എന്നാലും ചില ചേട്ടന്മാർ ഇതൊക്കെ കടന്ന് ആ അറ്റം വരയ്ക്കൊക്കെ പോകണ്ട. അവിടേക്കൊക്കെ പോകാന്ന് പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറാണ്. ഇങ്ങനെ സ്ലിപ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊടി പോലും കിട്ടില്ല. നല്ല ഉയരത്തിലാണ് നമ്മുടെ ഈ വ്യൂ പോയിൻ്റ് ഉള്ളത്. അടിപൊളിയാണ്. നല്ല ക്ലൈമറ്റ്, നല്ല മഞ്ഞൊക്കെ മൂടി നിൽക്കുമ്പോൾ ഫ്രണ്ട്സ്, അപ്പം ഞാനിപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഒരു വ്യൂ പോയിന്റിൽ ഊട്ടിക്ക് പോണതിൻ്റെ ഇടയിലുള്ളൊരു വ്യൂ പോയിൻ്റാണ് ഞാനിപ്പോൾ വീഡിയോ ഇട്ടാക്കുന്നത്. ഇപ്പോൾ ആരെങ്കിലും ഊട്ടി പോകുന്നുണ്ടെങ്കിൽ എന്തായാലും വ്യൂ പോയിൻ്റ് ഒന്ന് കയറുക. അടിപൊളിയാണ്. മോർണിംഗ് ഒരു 6 o'clock ഒക്കെ ആകുമ്പോൾ വരികയാണെങ്കിൽ കറക്റ്റ് ആ സൺറൈസും ആ ക്ലൈമറ്റൊക്കെ കൂടുമ്പോൾ അടിപൊളി ഫോട്ടോ പിക്കിങ്ങിനൊക്കെ നല്ല അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ ഇപ്പോഴെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ ഒരു ഉച്ചയൊക്കെ ആവാറേ. അപ്പോൾ ടൈം വൈകിപ്പോയി. എന്നാലും അത്യാവശ്യം ക്ലൈമറ്റൊക്കെ നല്ലതാണ്. ചില സമയത്ത് നമ്മൾ ആ ബിൽഡിങ്ങിൻ്റെ അവിടെ എത്തുമ്പോൾ, വ്യൂ പോയിൻ്റ് അവിടെ എത്തുമ്പോൾ മാത്രം നല്ല കാറ്റാണ്. എന്ന് വെച്ചാൽ നല്ല തണുപ്പ്. അതിൻ്റെ ഇടയിൽ ഇപ്പം ഞാൻ നടന്നു പോകുന്ന വഴിയിലൊക്കെ നല്ല ചൂടാണ്. അങ്ങനത്തെ ഒരു മിക്സ്ഡ് കാലാവസ്ഥയാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ സ്ഥലത്തേക്ക് വരാതിരിക്കരുത്. ഭയങ്കര നഷ്ടമാണ് വ്യൂ പോയിൻ്റൊക്കെ.
അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം രേഷ് പി ആർ സാനി ഓഫ് ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ട് ഡിസ്ലൈക്ക് അടിക്കുക. അപ്പോൾ എന്തായാലും നിങ്ങളുടെ കമൻറ്റൊക്കെ ഒന്ന് പോസ്റ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും നിങ്ങൾ ഊട്ടിയൊക്കെ പോകുന്നുണ്ടെങ്കിൽ, നമ്മുടെ വയനാട് വഴിയാണ് പോകുന്നതെങ്കിൽ എന്തായാലും നമ്മൾ ഈ വ്യൂ പോയിന്റിൽ കയറിയിൽ ഭയങ്കര നഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ലേ, ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് അടിക്കുക, കമൻറ്റൊക്കെ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ ക്യാമറമാൻ രജിഷ് പി ആറിനൊപ്പം രജിഷ് പി ആർ സൈനിങ് ഓഫ്.